പുതിയ സിനിമ ലണ്ടൻ ബ്രിഡ്ജ് തിയേറ്ററിലെത്തി. അതിൻ്റെ വിശേഷങ്ങൾ പങ്കിടാനായിട്ട് മലയാള സിനിമയുടെ രാജകുമാരൻ പൃഥ്വിരാജ് എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഹായ്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം ലണ്ടൻ ബ്രിഡ്ജ് എന്ന സിനിമയാണ്. ലണ്ടൻ ബ്രിഡ്ജ് എന്നുള്ള പേരിൽ തന്നെ എന്തെങ്കിലും ആ സിനിമയുടെ തീമോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ ഈ പേരിന്? ഇല്ല, പേരുമായിട്ടുള്ള ഏക ബന്ധം എന്ന് പറയുന്നത് ലണ്ടനിൽ നടക്കുന്ന ഒരു കഥയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ആക്ച്വൽ ബ്രിഡ്ജിന് ഈ കഥയുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക ഒരു പ്രസക്തിയൊന്നുമില്ല. ലണ്ടനിൽ നടക്കുന്ന ഒരു കഥയാണ്, ഒരു പ്രണയകഥയാണ്. അപ്പോൾ അത് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ ജിനു എബ്രഹാം കണ്ടെത്തിയ പേരാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം അഭിനയിക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി അഭിനയിച്ചു വരുന്ന സിനിമകളും ഇനിയും 2014 ഞാൻ ഇനിയും അഭിനയിക്കാൻ പോകുന്ന സിനിമകളും എല്ലാം തന്നെ കുറച്ചൊരു ഡാർക്ക് സീരിയസ് സിനിമകളാണ്. അപ്പോൾ അതിനിടയിൽ ഇത്തരമൊരു ഫീൽ ഗുഡ് ക്യാൻഡി ഫ്ലോസ് റൊമാൻസ് റോം കോം എന്ന് പറയുന്നത് ആസ് എൻ ആക്ടർ എനിക്കൊരു വലിയ ചേഞ്ചാണ്. അപ്പോൾ ഞാൻ ആ ചേഞ്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്. എൻ്റെ പ്രതീക്ഷ എൻ്റെ സിനിമകൾ കാണാറുള്ള പ്രേക്ഷകരും ഞാൻ ആ ചേഞ്ച് എൻജോയ് ചെയ്ത പോലെ തന്നെ അവരും അത് എൻജോയ് ചെയ്യുമെന്നുള്ളതാണ്. ഇതങ്ങനെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ എൻ്റെ സിനിമകളെ പോലെ ഭയങ്കര ട്വിസ്റ്റോ അങ്ങനെ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു എന്താ പറയുക കഥയിലൊരു ട്വിസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ചർച്ചാ വിഷയമാകാൻ പോകുന്നൊരു കഥാപ്രമേയമോ അങ്ങനെയൊന്നും ഈ സിനിമയിലില്ല. ഇതൊരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയുള്ളൊരു പ്രണയകഥയാണ്. ലണ്ടനിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഒരു യങ് ഓൺടർപ്രണർ വിജയദാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. നമ്മൾ ഈ സിനിമയിൽ അയാളെ പരിചയപ്പെടുമ്പോൾ അയാൾ ഭയങ്കര ആസ്പിറേഷൻസും വളരെ വലിയ ആംബിഷൻസും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇനിയും ഒരുപാട് സമ്പാദിക്കണം, പൈസയോട് ഭയങ്കര അഭിനിവേശമുള്ള അങ്ങനെ ആ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതാണ്ട് ഒരേ സമയത്ത് ഇയാളുടെ ലൈഫിലേക്ക് 2 പെൺകുട്ടികൾ കടന്നു വരികയാണ്. ഇവർ രണ്ടുപേരും ഇയാളുടെ ലൈഫിൽ എങ്ങനെ വരുന്നു എന്നുള്ളതിലേക്ക് അതിൻ്റേതായ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് അറ്റ് ദ സെയിം ടൈം ഈ 2 പെൺകുട്ടികളും ഇയാളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. ഈ 2 പെൺകുട്ടികളുമായിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്ന റിലേഷൻഷിപ്സിലൂടെ ഇയാൾ ശരിക്കും ഇയാളെ തന്നെ തിരിച്ചറിയുന്നതാണ് ഈ കഥ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഫിലിം ഇയാളുടെ പ്രയോറിറ്റീസ് ഇയാൾ വിചാരിച്ചിരുന്നതായിരുന്നില്ല, അല്ലെങ്കിൽ ഇയാൾ കരുതിയിരുന്ന ഒരു തരം വ്യക്തിയല്ല ഇയാൾ എന്ന് ഇയാൾ തന്നെ തിരിച്ചറിയുന്നിടത്താണ് ഈ സിനിമയുടെ ഒരു അവസാനം എന്ന് പറയുന്നത്. ഇതിന് പുറമെ നമുക്ക് രസകരമായി കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു പ്രണയകഥയാണ് ഈ സിനിമ പറയുന്നത്. ഒരു ക്യാരക്ടർ എപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ക്യാഷിന് വേണ്ടി മാത്രം? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരുപാടുണ്ടാവും അങ്ങനെ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇതിലെ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ്. എത്ര പാട്ടുകളുണ്ട്? 4 പാട്ടുകളുണ്ട്. മ്യൂസിക് ഡയറക്ടർ? ഈ സിനിമയിൽ 3 മ്യൂസിക് ഡയറക്ടേഴ്സാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ 4 പാട്ടുകളിൽ ഒരു സോക്കോൾ പിന്നണി ഗാനങ്ങളിൽ, പിന്നണിയല്ല സിനിമയിൽ വരുന്ന ഗാനങ്ങളിൽ 2 രാഹുൽ രാജാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി 2 ശ്രീവത്സൻ ജെ മേനൻ ആണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്ന ഗോപി സുന്ദറാണ്. 3 പേരും തുല്യ പ്രാധാന്യമുള്ള 3 ജോലികളാണ്. ഇല്ല, ഞാൻ പാടിയിട്ടില്ല. 3 പേരും തുല്യ പ്രാധാന്യമുള്ള 3 ജോലികളാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ രാഹുൽ ചെയ്ത 2 പാട്ടുകൾക്കും ശ്രീവത്സൻ ചെയ്ത 2 പാട്ടുകൾക്കും വളരെ വേറിട്ട് നിൽക്കുന്ന സ്വഭാവങ്ങളാണ്. അത് അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ ഈ സിനിമയിൽ ആ ഗാനങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിൻ്റെ 4 പാട്ടുകളിൽ ഒരു സോങ് മാത്രമാണ് ഒരു റിയാലിറ്റിയിൽ നിന്ന് വിട്ടിട്ടൊരു കട്ടവേ പോലുള്ളൊരു സോങ് ഉള്ളത്. അപ്പോൾ അത് മാത്രമേ ബാക്കി 3 സോങ്സും നമ്മൾ ശരി ഇത് UK-യിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് UK-യുടെ ഭംഗി കാണിക്കാം എന്നുള്ളത് ആയിരുന്നില്ല അതിൻ്റെ പിക്ചറൈസേഷനിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത്. 3 പാട്ടുകളും നരേഷൻ്റെ ഭാഗമായിട്ട് തന്നെ സീൻസ് പോലെ തന്നെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന, കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടെ ഇവോൾവ് ചെയ്യുന്ന സ്ക്രീൻ ടൈം ആയിരിക്കണം ഈ 3 പാട്ടുകളും നിർബന്ധമുണ്ടായിരുന്നു. ആ ഒരു പാട്ട് സെക്കൻഡ് ഹാഫിൽ വരുന്ന ആ ഒരു ഗാനം മാത്രമാണ് ഒരു റിയാലിറ്റിയിൽ നിന്നൊരു കട്ടവേ ആയതുകൊണ്ട് നമ്മളൊരു നല്ല ലൊക്കേഷൻസിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരു സാധാരണ സോങ് ഷൂട്ട് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ഇതിനെ സമീപിച്ചിട്ടുള്ളത്. ഫുൾ ഷൂട്ടിംഗ് ലണ്ടനിലായിരുന്നു. ഈ കഥയിൽ നാട്ടിൽ നടക്കുന്ന 3 സീനുകളുണ്ട്. അത് സ്വാഭാവികമായി നാട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ബാക്കിയെല്ലാം ലണ്ടനല്ല, UK-യിലാണ്. ലണ്ടൻ, സ്കോട്ട്ലൻഡ്. ബിഗ് ബഡ്ജറ്റാണ് ശരിക്കും. ഒരു ചെറിയ സിനിമയല്ല. അടുത്തിടയ്ക്ക് എന്നോട് ആരോ ചോദിച്ചത് മലയാളത്തിലെ ഏറ്റവും വില കൂടിയ സിനിമയാണോ എന്ന്. അതല്ല, മലയാളത്തിലെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമയൊന്നും അല്ല. ഞാൻ ചെയ്തിട്ടുള്ളതിലും ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമയല്ല. പക്ഷേ ഒരു വലിയ സിനിമയാണ്. ഞാൻ അഭിനയിക്കുന്ന ഒരു ശരാശരി സിനിമയെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് കൂടിയ സിനിമയാണ്. നന്ദന മുതൽ ഈ സിനിമ വരെ എത്തിയേക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന നടനിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്? അതെനിക്കറിയില്ല. അത് ആക്ച്വലി എൻ്റെ സിനിമകൾ കാണുന്ന പ്രേക്ഷകർ വേണം അതിനെക്കുറിച്ച് പറയാൻ. എനിക്കത് സ്വയം സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം മാനസികമായിട്ട് എന്തെങ്കിലും
എനിക്കറിയില്ല അതിനെപ്പറ്റി. കാരണം നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ ക്രമേണ ആയിരിക്കുമല്ലോ സംഭവിക്കുക. അപ്പോൾ നമ്മളതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ സിനിമകൾ കാണുന്ന പ്രേക്ഷകർക്കായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് പണ്ടത്തെ ഒരു സിനിമ കാണുമ്പോൾ ഇയാൾ ഇത്രത്തോളം മാറി എന്നൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നടൻ എന്നുള്ള രീതിയിലല്ലാതെ അതും എനിക്കറിയില്ല. അത് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റു ആൾക്കാരോട് ചോദിക്കണം. എന്നെ കൊച്ചിലേ മുതൽ അറിയാവുന്ന എൻ്റെ അമ്മ, ചേട്ടൻ, അവരോടൊക്കെ ആയിരിക്കണം കൂടുതൽ. ഇപ്പോൾ സുപ്രിയ, അവരോടൊക്കെ ആയിരിക്കണം ചോദിക്കേണ്ടത് ഞാൻ എത്രത്തോളം മാറി. കഴിഞ്ഞ ദിവസം എന്തെങ്കിലും വായിച്ചു, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സുപ്രിയയ്ക്ക് കൊടുക്കുന്ന ക്രെഡിറ്റ്. അതെ, സാധാരണ ആളുകൾ ആരും അങ്ങനെ സമ്മതിച്ചു കൊടുക്കാറില്ല. ചെറിയ ക്രെഡിറ്റ് പോലും അല്ല. ഇപ്പം എന്നോട് എല്ലാവരും അത് കല്യാണത്തിന് ശേഷം മാറി എന്നൊക്കെ. അപ്പം എനിക്കറിയില്ല അങ്ങനെ മാറിയിട്ടുണ്ടോന്ന്. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ ക്രെഡിറ്റ് സുപ്രിയയ്ക്ക് ആയിരിക്കുമല്ലോ. കാരണം ഒരു നല്ല ഭർത്താവ് കൂടിയാണെന്ന് തെളിയിച്ചു. അത് സുപ്രിയോട് ചോദിക്കണം. പൃഥ്വിരാജ് എന്ന നടനെ മലയാളികൾക്ക് അറിയാം, പ്രൊഡ്യൂസറെ അറിയാം. ഇനി എന്താണ് ഒരു ഡയറക്ടർ? എനിക്ക് ഒരു സ്വന്തം സിനിമ എന്നുള്ളത് കുറേ കാലമായിട്ടുള്ളൊരു സ്വപ്നമാണ്. ഞാൻ ഇതിനു മുമ്പൊക്കെ വളരെ മുമ്പ് ചെയ്യേണ്ടിയിരുന്നതായിരുന്നു. ഇൻഫാക്ട് ഞാൻ സംവിധാനം ചെയ്യാൻ അഡ്വാൻസ് വാങ്ങിയ സിനിമയാണ് സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന സിനിമ. അത് പിന്നീട് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്തു. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിരുന്നതിനേക്കാൾ 10 ഇരട്ടി നല്ല സിനിമയാണ് അയാൾ എടുത്തത്. പക്ഷേ ആ സിനിമ ഓടിയില്ല. എന്നാലും എനിക്കത് ഇഷ്ടമുള്ള പടമാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ മറ്റ് ആക്ടിങ് കമ്മിറ്റ്മെൻറ്റ്സ് കാരണം അത് വീണ്ടും വീണ്ടും ഇങ്ങനെ തള്ളിപ്പോവുകയായിരുന്നു. ഇപ്പോഴും എന്നെ അതിനുവേണ്ടി നിർബന്ധിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഇൻഡസ്ട്രിയിൽ തന്നെ. എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് അറിയില്ല, നോക്കട്ടെ. ഇഷ്ടമാണോ ഡയറക്ഷൻ? ആണ്. ഇപ്പോൾ ഈ മാധ്യമത്തിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതിൻ്റെ ഹൈ പോയിന്റ് എന്ന് പറയുന്ന സിനിമാ സംവിധാനം തന്നെയാണ്. ഇപ്പോൾ ഇപ്പോൾ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് എല്ലാം അറിയാം. എല്ലാവരും എനിക്കറിയില്ല. എന്നാലും ഏത് ആംഗിളിൽ വെച്ചാൽ നന്നാവും എനിക്കങ്ങനെ അറിയില്ല. എനിക്കങ്ങനെ എല്ലാം അറിയൊന്നുമില്ല. എന്നാലും കുറച്ചൊക്കെ അറിയാലോ, സിനിമയെ കുറിച്ച് പഠിച്ചല്ലോ, കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു സമയത്താണ് നന്ദന സംഭവിച്ചെങ്കിൽ അത്രയും നിഷ്കളങ്കമായിട്ട് ആ റോള് ചെയ്യാൻ പറ്റുമായിരുന്നു? പറ്റില്ലായിരിക്കും. ഈ പറയുന്ന പോലെ ഇപ്പോൾ അന്ന് ഉണ്ടായിരുന്നൊരു റോനെസ് ചിലപ്പോൾ ഇന്ന് എൻ്റെ പെർഫോമൻസിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലായിരിക്കും. എന്നാൽ ഇന്ന് ആസ് എൻ ആക്ടർ ഇത്രയും സിനിമകൾ ചെയ്തതിന് ശേഷം ഒരു ആക്ടർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു റിഫൈൻമെൻറ്റ്, ആ റിഫൈൻമെൻറ്റ് ചിലപ്പോൾ മറ്റ് ചില ഗുണങ്ങൾ അതിന് കൊടുത്തേക്കാം എന്നുണ്ടാവും. പക്ഷേ അത് ഡെഫിനറ്റ്ലി അന്ന് ഞാൻ ചെയ്ത് എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് അന്ന് ചെയ്യാനും പറ്റില്ല. പിന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനത്തെ സിനിമകളാണ് താല്പര്യം? സീരിയസ് സബ്ജക്റ്റ് ആക്കിയോ അതോ അങ്ങനെ നല്ല സിനിമ എന്നുള്ളതിനോടെ ഉള്ളൂ താല്പര്യം? പൊതുവെ കുറച്ച് ഇന്റർനാഷണൽ ലെവലിലേക്ക് ചിന്തിക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് ഞാനോ എനിക്ക് അങ്ങനെ ഒരു ലെവലൊന്നുമില്ല. ഞാൻ നല്ല സിനിമകളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ നല്ലതെന്ന് വിശ്വസിച്ചത് എല്ലാ സിനിമകളും നല്ലതായിക്കൊള്ളണമെന്നില്ല. ഇതിനു മുമ്പ് എൻ്റെ ജഡ്ജ്മെൻറ്റ് തെറ്റിയിട്ടുണ്ട്, ഇനിയും ഭാവിയിലും തെറ്റാം. പക്ഷേ അവർ അഭിനേതാവായിട്ടാണെങ്കിലും നിർമ്മാതാവായിട്ടാണെങ്കിലും സംവിധായകനായിട്ടാണെങ്കിലും നല്ലതെന്ന് തോന്നിക്കുന്ന സിനിമകൾ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്ന തരം സിനിമകൾ അങ്ങനൊരു പ്രത്യേകതരം സിനിമയോട് ഒരു കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളൊരു ആളൊന്നുമല്ല ഞാൻ. അല്ല. വീട്ടിലൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ നിങ്ങൾ തമ്മിൽ? ഇല്ല. പുതിയ ഫിലിംസ് ഇല്ല. ഇപ്പോൾ തിരിച്ച് രണ്ടാം ഇതിലേക്ക് വന്നാൽ ഇതിൽ കൂടുതൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. പ്രതാപത്തൻ സാർ പോലെ, മുകേഷ് ഏട്ടൻ. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പൃഥ്വിക്കുണ്ടായിട്ടുള്ളൊരു ഹെൽപ്പ് എന്താണ് അവരുടെ കയ്യിൽ നിന്ന്? നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു ഹെൽപ്പ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു. എനിക്ക് നമ്മളൊരു സബ്കോൺഷ്യസ്ലി അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പിക്കപ്പ് ചെയ്യുന്നുണ്ടാവും. അവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അത് ശരിയാണല്ലോ, അതൊരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണല്ലോ നമുക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ അത് നമുക്കറിയില്ല അതെങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുകയെന്ന്. എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. ആരെങ്കിലും അങ്ങനെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളുണ്ടോ എപ്പോഴെങ്കിലും? ആക്ടേഴ്സ് അതുപോലെ ആവണം എന്ന് തോന്നിയിട്ടുള്ളത് ഒരുപാട് പേരുണ്ട്. ഞാൻ കൂടെ അഭിനയിച്ചിട്ടുള്ളത് തന്നെ, എൻ്റെ കൂടെ ഞാൻ അഭിനയിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത് തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മമ്മൂക്ക, നെടുമുടി വേണു അങ്കിള്, തിലകൻ സാർ, ശ്രീ ജഗതി ശ്രീകുമാർ. ഞാൻ പേരുകൾ പറയുമ്പോൾ ഒരുപാട് പേരുകൾ വിട്ടുപോകും, അതുകൊണ്ടാണ് ഞാൻ പേരുകൾ പറയാത്തത്. അങ്ങനെ ഒരുപാട് പേര് അവരുടെയൊക്കെ ഒരു ഏറ്റവും എല്ലാവരുടെടുത്തും ഉള്ളൊരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ ഡെഡിക്കേഷനാണ്. ഈ മാധ്യമത്തിനോടും അവരുടെ തൊഴിലിനോടും അവർ കാണിക്കുന്ന ഡെഡിക്കേഷൻ ആണ്. അത് ഞാൻ എൻ്റെ അത്ര മഹത്തരമല്ലാത്ത സിനിമകളിൽ വേണു അങ്കിൾ, അമ്പിളി അങ്കിൾ, ജഗദീഷ് ശ്രീകുമാറൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈശ്വര ഇവർക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ത്രില്ലുണ്ടാവും, ഇവർ ഈ ചെയ്യുന്ന ക്യാരക്ടർ ഒരു 1000 പ്രാവശ്യം ചെയ്ത് കാണില്ലേ ഉണ്ടാവും. അതുപോലത്തെ ഒരു 1000 ക്യാരക്ടേഴ്സ് അവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നാലും അവർ ലൊക്കേഷനിൽ വരുമ്പോൾ അവർ കാണിക്കുന്ന ഡെഡിക്കേഷൻ, അവരുടെ അപ്പിയറൻസ് സെറ്റ് ചെയ്യാനും അവർ സീൻ പഠിക്കാനും ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് അവർ അതിനെപ്പറ്റി ചിന്തിക്കാനും അവർക്കൊന്ന് ഈസി ആയിട്ട് ആശുപത്രി സീൻ അവിടെ നിന്ന് വായിച്ചിട്ട് ചെയ്തിട്ട് അവർക്ക് വീട്ടിൽ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യില്ല. ആ ഡെഡിക്കേഷനാണ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ പാഠവും. എപ്പോഴെങ്കിലും ആരെങ്കിലും അഭിനയം കണ്ടിട്ട്
അതുപോലെ ആവണമെന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷെ ഇതുപോലെ എനിക്ക് പറ്റുന്നില്ലല്ലോ. അങ്ങനെ മലയാളത്തിൽ എളുപ്പമല്ലേ മമ്മൂട്ടി, മോഹൻലാൽ, അവരെ പോലെ ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാ ചെറിയ നടന്മാരും ചെയ്യേണ്ടത്, എല്ലാ ചെറുപ്പക്കാരായ നടന്മാരും ചെയ്യേണ്ടത്. ഞാൻ അവരെ പോലെ അഭിനയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, അവർ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ബോഡി ഓഫ് വർക്ക്, അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലെഗസി എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് എയിം ചെയ്താലേ നമുക്ക് കുറച്ചെങ്കിലും എത്താൻ പറ്റുള്ളൂ. അത് മലയാളത്തിന് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ്. 30 വർഷക്കാലം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ 2 നടന്മാർ ദേ കീപ് റേസിംഗ് ദ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ ഇൻസ്പിറേഷനാണ്. എനിക്ക് മാത്രമല്ല, നമ്മൾ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് എല്ലാവരും സംസാരിക്കുന്നത്, നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഇനി പൃഥ്വിക്ക് ശേഷം ഇനി യുവ നടന്മാർ വരും ഇല്ലേ? അവർക്ക് കൊടുക്കാനുള്ള ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനിടയിൽ അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല, ഒരു മെസ്സേജ് ഇതേ ഉള്ളൂ. നമ്മൾ സിനിമയിൽ നമ്മൾ ആദ്യം സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിനെ പുറത്ത് നിന്ന് നോക്കുമ്പോഴും സിനിമയിൽ നമ്മളൊരു പുതുമുഖമായിട്ട്, ഏത് രംഗത്താണെങ്കിലും, അഭിനയമാണെങ്കിലും സംവിധാനമാണെങ്കിലും, ഒരു പുതുമുഖമായിട്ട് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോഴും ആദ്യം നമ്മളെ ഏറ്റവും കൂടുതൽ അതിലേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഫെയിം, മണി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പ്രസക്തമല്ലാതായിത്തീരും. കാരണം എപ്പോഴും ഞാൻ പറയുന്ന പോലെ ആദ്യത്തെ സിനിമ അഭിനയിച്ച് പുറത്തിറങ്ങി കുറച്ച് ആൾക്കാർ വെളിയിൽ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കൊരു വലിയ ത്രില്ലാണ്. ആദ്യമായിട്ട് ഒരു ഓട്ടോഗ്രാഫി വെച്ച ഒരാൾ വരുമ്പോൾ നമുക്കൊരു വലിയ ത്രില്ലാണ്. ഇപ്പോഴും അത് സന്തോഷം തരുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ അത് നമ്മൾ അതിനോടുള്ളൊരു ഭയങ്കരമായിട്ടൊരു അഭിനിവേശം ഇപ്പോൾ ഇല്ല. പണം ശരിയാണ്, നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത്രയും കഷ്ടപ്പാടുണ്ട് അല്ലേ? അല്ല, കഷ്ടപ്പാടിനില്ല. പക്ഷേ ഒരു ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പണം ഞാൻ ഓൾറെഡി എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് നാളെ കൂടുതൽ പണം കിട്ടിയാൽ ഞാൻ വാങ്ങുന്നതെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വല്ല എന്താ പറയുക ഒരു 50 ഏക്കർ എസ്റ്റേറ്റ് വാങ്ങിച്ചു. അപ്പോൾ എനിക്കൊരു 50 ഏക്കർ എസ്റ്റേറ്റ് എവിടെയെങ്കിലും ഉള്ളതുകൊണ്ട് എൻ്റെ ലൈഫിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പതുക്കെ അപ്രസക്തമായി തുടങ്ങും. അപ്പോഴും നമ്മളെ ഇതിലേക്ക് 100% ഡെഡിക്കേഷനോടെ നിലനിർത്തണമെങ്കിൽ ഇതിനോടൊരു ട്രൂ പാഷൻ തന്നെ വേണം. അപ്പോൾ ആ പാഷൻ നമ്മൾക്കുള്ളിൽ അതുണ്ടോ ഇല്ലയോ എന്ന് പരമാവധി നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുക. അതില്ലെങ്കിൽ ഇത് വിട്ടേക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ FB പോലുള്ള സോഷ്യൽ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അല്ലേ? സിനിമയുടെ ഒരു പൂജ തുടങ്ങുമ്പോൾ മുതൽ. അല്ല, ഡെഫിനറ്റ്ലി അതൊരു വളരെ പവർഫുൾ മീഡിയമാണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് പ്രോബബ്ലി ഇനിയും 22nd സെഞ്ച്വറിയിലൊക്കെ അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു അതൊരു സിനിമകളുടെ ഒരു റിലീസ് പ്ലാറ്റ്ഫോം തന്നെ ആയിക്കൊള്ളാം. അപ്പോൾ അതൊരു വളരെ പവർഫുൾ മീഡിയമാണ്. പിന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ വീട്ടിൽ നിന്ന് സംഭവിച്ചു, അവരുടെ പട്ടിയുടെ ഫോട്ടോ, കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല പറയുന്നത്, അതെന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് എൻ്റെ ഒരു പ്രൈവറ്റ് സർക്കിളിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പുതിയ സിനിമയുടെ തന്നെ ഒരുപാട് ഞാൻ തന്നെ കണ്ടു, FBയിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്, ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കണ്ടു എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫാൻ കമ്മ്യൂണിറ്റി പേജാണ്, എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് പേജ് അല്ല. അത് നടത്തുന്നതോ അതിലെ പോസ്റ്റുകൾ ഇടുന്നതോ ഒന്നും ഞാനല്ല. അത് എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ ചേർന്ന് അവർ നടത്തുന്ന ഒരു ഫാൻ കമ്മ്യൂണിറ്റി പേജാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ അത് നടത്തുന്നവരെ എനിക്കറിയാം. അവർ എന്നെ ഓൾമോസ്റ്റ് ഡെയിലി അവരെന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവരതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷനൊക്കെ അവർ ഞാനുമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മറുപടി ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. കാരണം അത് ഞാൻ നടത്തുന്ന പേജല്ല. അത് പക്ഷേ സിനിമയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒരുപാടുണ്ട്. എല്ലാവരും അത് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, ഞാൻ പറഞ്ഞല്ലോ, അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതൊരു മാർക്കറ്റിങ്ങിനും പ്രൊപ്പഗേഷനും ഒക്കെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും. പുതിയ പ്രൊജക്ട്സ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞ് നിൽക്കുന്നത് എൻ്റെ തമിഴ് സിനിമയാണ്, കാവ്യത്തലൈവൻ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയാണ്. അതിൻ്റെ ഒരു മലയാളം പതിപ്പും ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു ടെൻറ്ററ്റീവ്ലി അതിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്ന പ്രതിനായകൻ എന്നാണ്. അതിനുശേഷം ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 7th ഡേ എന്ന് പറയുന്ന ഒരു മലയാള സിനിമയാണ്. അത് ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സെറ്റ് ഓഫ് ഡെബ്യൂട്ടൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അതിലെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡ്യൂസർ എല്ലാവരും ആദ്യമായിട്ട് അത് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സസ്പെൻസ്, വളരെ ടോട്ടായിട്ടുള്ളൊരു സസ്പെൻസ് ത്രില്ലറാണ്. അതിനുശേഷം ഞാൻ അഭിനയിക്കുന്നത് ഞാനെന്ന് വെച്ചാൽ ഓഗസ്റ്റ് സിനിമ തന്നെ നിർമ്മിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ്. ഹിന്ദിയിൽ ഞാൻ തിയററ്റിക്കലി യെസ് പറഞ്ഞിരിക്കുന്നത് ഒരു പഴയ മലയാളം സിനിമയുടെ റീമേക്കിനാണ്. 1983 റിലീസായ പന്മരാജൻ സാറിൻ്റെ കൂടെവിടെ എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്കിനാണ് ഞാൻ യെസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് വളരെ നേസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ്. ഇപ്പം അതിനെ ഒന്നും ആയിട്ടില്ല. അത് ഓക്കെ, ആ സിനിമ ചെയ്യാൻ ഷാറുഖ് ഖാൻ്റെ കൂടെ ഒരു ഫിലിം എന്നൊക്കെ ഇടയ്ക്ക് ഒരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ സിനിമ എനിക്ക് ഓഫർ ചെയ്തിരുന്നു. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ശരിക്കും നമ്മുടെ മലയാളത്തിൽ നിന്നൊരു നടൻ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ വലിയ അഭിമാനമാണ്. ഇപ്പം മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് പൃഥ്വിരാജ്.
മലയാളത്തിൽ ഞാനല്ലോ ആദ്യമായിട്ടൊരു ഇന്റർനാഷണൽ സ്റ്റേജിലൊരു നെയിം മെൻഷൻ ചെയ്യപ്പെടുന്ന ആള്. ഇപ്പോ ഈ കൂട്ടത്തിൽ ഓക്കെ, അത് വലിയ സന്തോഷമുള്ള അത് വലിയ അഭിമാനമാണ്, സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഇപ്പോൾ. വലിയ സന്തോഷം. പണ്ട് അച്ഛൻ പേരിടുമ്പോൾ ആലോചിച്ചിരുന്നുണ്ടാവും മലയാള സിനിമയിലെ അടുത്ത രാജകുമാരൻ എന്ന് വിചാരിച്ചു തന്നെയായിരിക്കും അല്ലേ? അങ്ങനെ ആലോചിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അച്ഛൻ അമ്മയോട് പറഞ്ഞായിട്ട് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അച്ഛൻ്റെ സ്കൂളിൽ അച്ഛൻ്റെ അച്ഛൻ പോയിട്ട് സുകുമാരനെ ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചാൽ ഏത് സുകുമാരൻ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പം എൻ്റെ മക്കളുടെ പേര് പറഞ്ഞാൽ ഏത് എന്ന് ചോദിക്കരുത്. ശരിയാ, കറക്റ്റ്. പൃഥ്വിയെക്കുറിച്ച് കേട്ടിട്ടുള്ള പൊതുവെ കുറച്ച് ജാടാന്നൊക്കെ, പക്ഷെ ഇപ്പോൾ എനിക്കും ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, പൃഥ്വിയാണെന്ന്. ഇപ്പൊ മനസ്സിലായി ഇത്രയും സ്വീറ്റ് ആയ ഒരാളുടെ അടുത്ത്. അതിപ്പോൾ ഞാൻ ഈ 10 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര സ്വീറ്റ് ആണെന്ന് വിലയിരുത്തണ്ട, ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. അല്ല, എനിക്കങ്ങനെ തോന്നി. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ വേറൊരു വശം ഉണ്ടാവും, അത് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഇതിൽ നായിക അതെടുത്ത് പറഞ്ഞില്ല, ആൻഡ്രിയ അല്ലേ? പിന്നെയും തിരിച്ച് മലയാളത്തിലേക്ക് വരുന്നു. ഇപ്പോൾ വേറെ ഭാഷയിൽ നിന്ന് നായിക എടുക്കുക എന്ന് പറഞ്ഞൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഇതിൽ 2 നായികമാരുണ്ട്, ഒരാളല്ല. ആൻഡ്രിയയും നന്ദിത എന്ന് പറഞ്ഞൊരു കുട്ടിയും, രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടൻറ്റ് റോൾസ് ചെയ്യുന്ന 2 നായികമാർ ഈ സിനിമയിലുണ്ട്. ഈ വേറെ ഭാഷയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതൊരു മനഃപൂർവ്വമുള്ളൊരു ഇതൊന്നുമല്ല. ആക്ച്വലി മലയാളത്തിൽ വളരെ കുറച്ച് നായികമാരേ ഉള്ളൂ. എന്നാൽ 2013 180ഓളം സിനിമകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ആക്ച്വലി നായകന്മാരൊക്കെ വളരെ ബിസിയാണ്, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ഇപ്പോൾ മലയാളത്തിലെ ഇപ്പോൾ നിരന്തരമായ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ പേരുകൾ ഡിസ്കഷൻ വരുമ്പോൾ നമ്മൾ ചോദിച്ചു പോകും, നമ്മൾ ആഗ്രഹിക്കുന്ന ഡേറ്റിൽ അവർ അവൈലബിൾ ആയിരിക്കില്ല, അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊരു അല്ലെങ്കിൽ ഒരു ഭാഷ അറിയാത്തൊരു കുട്ടിയെ വെച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഐഡിയലി ഇറ്റ്സ് നോട്ട് എ വെരി ഗുഡ് ഓപ്ഷൻ. എല്ലാ പ്രൊജക്ട്സിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.